നമസ്കാരം. തമിഴ് രാഷ്ട്രീയത്തിന്റെ തറവാട് കോട്ടകൾ തകർത്തെറിഞ്ഞ് ഇളയ ദളപതി വിജയുടെ തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ അവിശ്വസനീയമായ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികായന്മാരായ DMKയും ADMKയും അപ്രസക്തരാക്കി വിജയുടെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിരിക്കുകയാണ്. MGRനും ജയലളിതയ്ക്ക് ശേഷം സിനിമയിൽ നിന്ന് തമിഴ് ജനതയുടെ ഹൃദയം കീഴടക്കി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു താരം കൂടി എത്തുന്നു എന്ന സൂചനയാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്. രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഭയന്ന് മാറി നിന്നപ്പോഴും കമൽഹാസന് ജനമനസ്സുകളിൽ അത്ഭുതം കാട്ടാൻ കഴിയാതിരുന്നപ്പോഴും വിജയ് എന്ന താരത്തിന് തമിഴ് മണ്ണ് നൽകിയ അംഗീകാരം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ വിജയകാന്തിന് പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം വളരാൻ കഴിഞ്ഞില്ല എന്ന ചരിത്രവും ശരത് കുമാർ, നഗ്മ തുടങ്ങിയ താരങ്ങളുടെ രാഷ്ട്രീയ പരാജയങ്ങളും നിലനിൽക്കെയാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന പേര് തമിഴകത്തെ പുതിയ അധികാര കേന്ദ്രമായി മാറുന്നത്. ചെറുകക്ഷികളുടെ പിന്തുണയിൽ വിജയ്ക്ക് തമിഴകം ഭരിക്കാനാകും. ഇതാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വിജയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പുച്ഛിച്ചു തള്ളിയവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ ജനവിധി. വെറും സിനിമാ താരമെന്നും രാഷ്ട്രീയ പ്രാഗൽഭ്യമില്ലാത്തവനെന്നും വിളിച്ചാക്ഷേപിച്ച DMK, ADMK നേതൃത്വങ്ങൾ ഇന്ന് വിജയ് തരംഗത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വമ്പൻ സ്രാവുകൾ നീന്തി തുടിച്ച കടലിൽ സ്രാവിനെ പോലെ വിജയ് ആധിപത്യം ഉറപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയവും കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഭരണകക്ഷിയായ DMKയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് മണ്ഡലങ്ങളിൽ TVK സ്ഥാനാർത്ഥികൾ മുന്നേറുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം വിജയ് ഉയർത്തിയ മാറ്റത്തിനായിട്ടുള്ള ആഹ്വാനത്തിന് മുന്നിൽ വിലപോയില്ല. യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ വൻതോതിൽ വിജയുടെ പെട്ടിയിൽ വീണതാണ് ഈ അപ്രതീക്ഷിത വിജയത്തിന് പിന്നിലെ രഹസ്യം. വിജയിയെ കേവലം ഒരു ഗ്ലാമർ താരമായി കണ്ടവർക്ക് അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ തിരിച്ചടിയായി. ദ്രാവിഡ പാരമ്പര്യവും തമിഴ് ദേശീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിജയുടെ പ്രസംഗങ്ങൾ സാധാരണക്കാരുടെ ഉള്ളിൽ സ്പർശിച്ചു. തമിഴ്നാടിൻ്റെ ഭാവി ഇനി ഈ കൈകളിൽ സുരക്ഷിതമാണെന്ന് വോട്ടർമാർ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് ഈ വിജയം. ADMKയുടെ തകർച്ചയും വിജയുടെ ഉദയത്തിന് ആക്കം കൂട്ടി. ജയലളിതയ്ക്ക് ശേഷം ശക്തമായൊരു നേതൃത്വത്തിൻ്റെ അഭാവം നേരിടുന്ന ADMK അണികൾ കൂട്ടത്തോടെ വിജയുടെ പാളയത്തിലേക്ക് എത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ തമിഴ്നാട് രാഷ്ട്രീയം DMK, ADMK എന്ന ദ്വിമുഖ പോരാട്ടത്തിൽ നിന്ന് വിജയ് എന്ന ഏകമുഖ പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇതിനൊപ്പം DMK വോട്ടുകൾ വിജയ് പിടിക്കുകയും ചെയ്തു. രജനീകാന്തിന്റെ രാഷ്ട്രീയ പിന്മാറ്റം തമിഴ് മണ്ണിൽ ഉണ്ടാക്കിയ വലിയൊരു ശൂന്യത നികത്താൻ വിജയ്ക്ക് കഴിഞ്ഞു. സൂപ്പർ സ്റ്റാർ വരാൻ മടിച്ച വഴിയിലൂടെ താൻ വരുമെന്ന് പ്രഖ്യാപിച്ച വിജയ് പറഞ്ഞത് പ്രവർത്തിച്ച് കാണിച്ചിരിക്കുകയാണ്. സിനിമയിലെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും തന്റെ എൻട്രി മാസാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം കാഴ്ചവെച്ച പരാജയങ്ങൾ വിജയ്ക്ക് വലിയൊരു പാഠമായിരുന്നു. ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിടപെടുകയും കൃത്യമായ താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്തതാണ് TVK വിജയത്തിലേക്ക് നയിച്ചത്. മക്കൾ ഇയക്കം എന്ന സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം പുലർത്തിയ കൃത്യത രാഷ്ട്രീയ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിക്കും. തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലകളിൽ വിജയ് തരംഗം ആഞ്ഞടിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മൂലം വലഞ്ഞ ജനങ്ങൾ പുതിയൊരു മാറ്റത്തിനായി ആഗ്രഹിച്ചിരുന്നു. DMK സർക്കാരിനെതിരെയുള്ള നിശബ്ദ വിപ്ലവമാണ് ഇപ്പോൾ വോട്ടുകളായി മാറുന്നത്. സ്റ്റാലിന്റെ കോട്ടകളിൽ പോലും വിജയ് വിജയിച്ചു കയറുന്നത് രാഷ്ട്രീയ അത്ഭുതമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന പേരുമാറ്റത്തിന്റെ പര്യായമായി തമിഴ്നാട് ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു ക്രിസ്ത്യൻ നാമം രാഷ്ട്രീയത്തിൽ തിരിച്ചടിയാകുമെന്ന് കരുതിയവർക്ക് തമിഴ് ജനതയുടെ മതനിരപേക്ഷത മനസ്സ് തിരിച്ചടിയായി. ജാതിക്കും മതത്തിനും അതീതമായി വിജയ് എന്ന വ്യക്തിയെ ജനങ്ങൾ നെഞ്ചേറ്റിയത് തമിഴ് രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. സിനിമയിലെ ദളപതിയിൽ നിന്ന് തമിഴകത്തെ വലിയ ദളപതിയിലേക്കുള്ള വിജയുടെ മാറ്റം അത്ഭുതകരമാണ്. തൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ വെറും സംഭാഷണങ്ങളല്ലെന്നും അവ രാഷ്ട്രീയ നിലപാടുകളാണെന്നും ഈ വിജയം തെളിയിക്കുന്നു. ഒരു നടൻ എന്നതിലുപരി ഒരു നേതാവായി തമിഴ് ജനത അദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെതിരെ വിജയ് ഉയർത്തിയ വെല്ലുവിളികൾ ഫലം കണ്ടു. വംശീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടമായും പലരും ഈ വിജയത്തെ കാണുന്നു. കുടുംബ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ രോഷം വിജയ് എന്ന ബദലിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഇനി കോട്ട സെന്റ് ജോർജിൽ വിജയ് എന്ന പേര് മുഴങ്ങും. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകും. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശിലകളിൽ തൊട്ടുകൊണ്ടുള്ള വികസന മാതൃകയായിരിക്കും വിജയ് മുന്നോട്ട് വെക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഉറച്ചു വിശ്വസിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ കൊണ്ടുപോകുന്ന തമിഴ് സംസ്കാരത്തിന്റെ ഏറ്റവും പുതിയ കണ്ണിയാണ് വിജയ്. MGRനും ജയലളിതയ്ക്കും ശേഷം തമിഴ്നാടിനെ നയിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ സിനിമാ മുഖ്യമന്ത്രി തമിഴ്നാടിന് എന്ത് മാറ്റം കൊണ്ടുവരുമെന്നത് കണ്ടു തന്നെ അറിയണം. ചെന്നൈയിലെ TVK ആസ്ഥാനത്ത് പ്രവർത്തകരുടെ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. തമിഴ്നാടിന്റെ എല്ലാ കോണുകളിൽ നിന്നും വിജയാഘോഷങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നു. DMKയും ADMKയും ഈ പരാജയം എങ്ങനെ ഉൾക്കൊള്ളുമെന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. തമിഴക മണ്ണ് ഇനി പുതിയ ദളപതിയുടെ കീഴിൽ അണിനിരക്കുകയാണ്.